കണ്ണീരുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഹൃദയം കവർന്ന മഗ്ദലേന മേരി കവിതകളിലും കലകളിലും ഇടം പിടിച്ചു. യേശുവിൻ്റെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളിൽ അവിടത്തോടൊത്ത് നിൽക്കാൻ ഭാഗ്യം ലഭിച്ച മേരി ഇന്ന് അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയാണ്. യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിലും കല്ലറയ്ക്കരിയിലും ഉണ്ടായിരുന്ന മേരി മഗ്ദലേനയ്ക്ക് ഉദ്ധിതനെ ആദ്യം ദർശിക്കുവാനും അതാദ്യം ലോകത്തോട് പ്രഘോഷിക്കുവാനും ഭാഗ്യം ലഭിച്ചു. യേശു അവളിൽ നിന്നും 7 പിശാചുക്കളെ പുറത്താക്കി എന്ന സുവിശേഷത്തിലെ വിവരണത്തിൽ നിന്നും ഗൗരവകരമായ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നുവെന്നും അത് പരിഹരിക്കാൻ യേശുവിന് കഴിയുമെന്നും അവൾ വിശ്വസിച്ചു എന്ന് വ്യക്തമാണ്. ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധ തൈലവുമായി വന്ന് യേശുവിൻ്റെ പാദം കണ്ണുനീരുകൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ച് തൈലം പുരട്ടി പാദം ചുംബിച്ച മേരി ലാസറിൻ്റെ സഹോദരി മറിയം തന്നെയാണെന്ന് ചില പഠനങ്ങൾ പറയുന്നു. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവൾ ഫ്രാൻസിലേക്ക് പോയി അവിടെ ഹോളി കേവ് എന്നറിയപ്പെടുന്ന ഒരു ഗുഹയിൽ അനുതാപ ജീവിതം നയിച്ചുവെന്ന് ഫ്രഞ്ച് ചരിത്രം അവകാശപ്പെടുന്നു. വിശുദ്ധ മഗ്ദലേന മേരിയുടെ ചിത്രത്തിൽ ഒരു തൈലത്തിൻ്റെ പാത്രം അല്ലെങ്കിൽ ചുവന്ന മുട്ട കാണപ്പെടുന്നു. ചുവന്ന മുട്ട സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ പുനരുത്ഥാനത്തെയാണ്. എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.